ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും മൈ ചാനൽ എജി2യിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്രഹ്മാവിനെ കുറിച്ചുള്ളതാണ്. ത്രിമൂർത്തികളിലെ സൃഷ്ടികർത്താവായി ബ്രഹ്മാവിനെ കണക്കാക്കുന്നു. 4 വേദങ്ങൾ ജ്ഞാനത്തിൻ്റെ ദേവനായ ബ്രഹ്മദേവൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടത് ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ബ്രഹ്മാവിൻ്റെ കരങ്ങളിൽ 4 വേദങ്ങളെ സൂചിപ്പിക്കുന്ന താളിയോലകളുടെ കെട്ട്, കാലചക്രത്തെ സൂചിപ്പിക്കുന്ന ജപമാല എന്നിവയും കാണപ്പെടുന്നു. താമരപ്പൂവിൽ ഇരിക്കുന്ന രൂപമാണ് ബ്രഹ്മാവ്. അദ്ദേഹത്തിൻ്റെ വാഹനമായി സങ്കല്പിക്കുന്നത് ഹംസത്തെയാണ്. സൃഷ്ടി നടത്താൻ അറിവ് ആവശ്യമായതിനാൽ ബ്രഹ്മപത്നിയായി സങ്കല്പിച്ചു വരുന്നത് വിദ്യയുടെ ദേവിയായി കരുതുന്ന സരസ്വതിയെയാണ്. സരസ്വതിയുമായി ചേർന്ന് നിൽക്കുന്ന സങ്കല്പമായതുകൊണ്ട് തന്നെ ശബ്ദത്തിൻ്റെയും സംസാര ശക്തിയുടെയും മൂർത്തിയായും കരുതി വരുന്നു. രജോഗുണ മൂർത്തിയാണ് ബ്രഹ്മാവ്. ത്രിമൂർത്തികളിലെ മറ്റു ദേവന്മാരെ പോലെ വളരെയധികം ആരാധിക്കപ്പെട്ടിരുന്ന ദേവനായിരുന്നു ബ്രഹ്മാവ്. എന്നാൽ പിൽക്കാലത്ത് ശൈവ വൈഷ്ണവ ആശയധാരകൾ പ്രബലമായപ്പോൾ ബ്രഹ്മാവിൻ്റെ അനുനായികൾ ദുർബലരായതാകാം. ആരാധനയിൽ ബ്രഹ്മാവിന് ലഭിച്ചിരുന്ന സ്ഥാനം വലിയ ഒരു അളവ് വരെ ശക്തിക്ക് കൈവന്നതായും ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. ബ്രഹ്മാവിനെ പൊതുവെ ക്ഷേത്രങ്ങളിൽ ആരാധിക്കാറില്ല എങ്കിലും നാരായണാത്മകം, ശേഷസമുച്ചയം പോലുള്ള ഗ്രന്ഥങ്ങളിൽ ബ്രഹ്മാവിൻ്റെ പൂജാവിധികൾ പറയുന്നുണ്ട്. ഒരു കാലത്ത് ബ്രഹ്മാവിനെ ക്ഷേത്രങ്ങളിൽ ആരാധിച്ചിരുന്നു എന്നതിന് ഇവ തെളിവുകളാണ്. ബ്രഹ്മാവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദീർഘമായ തപസ്സുകൾ നടത്തി ഭക്തർ അമർത്യത ഉൾപ്പെടെയുള്ള വരദാനങ്ങൾ പ്രാപിക്കുന്നതിനെപ്പറ്റി ഐതിഹ്യങ്ങളിൽ നിരവധി പരാമർശങ്ങളുണ്ട്. വൈദിക സാഹിത്യത്തിൽ അദ്ദേഹത്തെ വിശ്വകർമ്മൻ, ഹിരണ്യഗർഭൻ, പ്രജാപതി, ബ്രഹ്മണസ്പതി, ത്വഷ്ടാവ് എന്നെല്ലാം വിളിക്കുകയും ആദിദേവനായി കണക്കാക്കുകയും ചെയ്യുന്നു. ബ്രഹ്മദേവൻ സ്വയംഭൂവാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. സൃഷ്ടിക്ക് മുൻപ് ബ്രഹ്മാവ് സ്വർണത്തിൻ്റെ ഒരു അണ്ഡം തൻ്റെ ചുറ്റും സൃഷ്ടിച്ചെന്നും അതിൽ നിന്നും പുറത്തു വന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. ഹിരണ്യഗർഭൻ എന്ന പേരിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം ഇതാണ്. വിധിയെ നിയന്ത്രിക്കുന്ന ദേവൻ എന്ന നിലയിൽ വിധാതാവ് എന്നും ബ്രഹ്മാവ് അറിയപ്പെടുന്നു. എന്നാൽ വൈഷ്ണവരുടെയും ശൈവരുടെയും കാഴ്ചപ്പാടനുസരിച്ച് വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് കിളിർത്ത താമരയിലാണ് ബ്രഹ്മാവ് ഉണ്ടായത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ വിശ്വാസധാരയിൽ ബ്രഹ്മാവിനെ പരസൃഷ്ടാവായി അല്ല കണക്കാക്കുന്നത്, മറിച്ച് മറ്റൊരു പരമസൃഷ്ടാവിൻ്റെ കീഴിലുള്ള 2ാം തരം സൃഷ്ടാവായാണ് പരിഗണിക്കുന്നത്. ശതപഥ ബ്രഹ്മാണം അനുസരിച്ച് ബ്രഹ്മാവ് ലോകത്തിന് ഹിതനായി മത്സ്യ, കൂർമ്മ, വരാഹ അവതാരങ്ങൾ എടുത്തിരുന്നതായി പറയപ്പെടുന്നു. വായുപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം തുടങ്ങിയ പ്രാചീന പുരാണങ്ങളിലും മഹാഭാരതത്തിലും രാമായണത്തിലും ഇത് പ്രതിപാദിക്കുന്നു. ജഗത് സൃഷ്ടാവായ ബ്രഹ്മദേവൻ മാനസ സങ്കല്പത്തിൽ നിന്നും 10 പ്രജാപതിമാരെ സൃഷ്ടിച്ചു. മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, കൃതു, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ, കർദമൻ എന്നിവരാണ് 10 പ്രജാപതിമാർ. നാരദൻ, ധർമ്മൻ, സ്വയംഭൂ, എന്നിവരെല്ലാം ബ്രഹ്മപുത്രനാണ്. ബ്രഹ്മാവിൻ്റെ പുത്രനായി ഒരു വിശ്വകർമാവുമുണ്ട്. സകല ദേവന്മാരും ബ്രഹ്മദേവൻ്റെ പൗത്രന്മാരാണ്. അതുകൊണ്ട് അദ്ദേഹം പിതാമഹൻ എന്ന നാമത്തിൽ പ്രസിദ്ധനാണ്. ദേവന്മാരുടെയും ദാനവരുടെയും യക്ഷന്മാരുടെയും രാക്ഷസന്മാരുടെയും കിന്നരന്മാരുടെയും പിതാമഹനാണ് ബ്രഹ്മ പ്രജാപതി.